ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമുക്കിന്ന് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ 2 ഫോറിൻ ലേഡീസിന് സംഭവിച്ച ദാരുണമായിട്ടുള്ള കഥ കേട്ടു നോക്കാം. അതിലൊരു യുവതിയായിട്ടുള്ള ലിഗയ്ക്ക് തൻ്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ നാട് അവർക്ക് സമ്മാനിച്ചത് മരണമാണ്. നമുക്ക് കഥയിലേക്ക് വരാം. ഇവിടെ 2018 ഫെബ്രുവരി ആദ്യ ഭാഗത്താണ് യൂറോപ്പിലെ ലാത്വിയ സ്വദേശികളായിട്ടുള്ള ലിഗയും ലിഗയുടെ ഇളയ സഹോദരിയായിട്ടുള്ള ഇൽസയും നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ ഫെബ്രുവരി ആദ്യ ഭാഗത്ത് എത്തിയ ഇവർ രണ്ടുപേരും ആലപ്പുഴ, കൊച്ചി, വർക്കല തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം ഫെബ്രുവരി അവസാനത്തോടുകൂടി ഇവരുദ്ദേശിച്ച കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ലിഗയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ, അതായത് നല്ല ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഡ്രഗ്സ് അഡിക്ഷനും ഉണ്ട്. ഒരു ദിവസം 40+ സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലം ലിഗയ്ക്കുണ്ട്. മാത്രമല്ല, കുറച്ച് അതിൻ്റേതായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളും ഉറക്കമില്ലായ്മയൊക്കെ ലിഗയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സ തേടിയിട്ടാണ് ശരിക്കും അവർ നമ്മുടെ കേരളത്തിൽ നമ്മളെ വിശ്വസിച്ചിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. എന്തായാലും ഫെബ്രുവരി അവസാനത്തോടുകൂടി ഇരുവരും തിരുവനന്തപുരത്തുള്ള പോത്തൻകോട്ട ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തി. ചികിത്സയിലിരിക്കെ ഒരു മാർച്ച് 14 ലിഗയെ അവിടുന്ന് കാണാതെ ആവുന്നു. ഈ ലിഗയെ കാണാതായതോട് സംബന്ധിച്ച് ലിഗയുടെ സഹോദരി ഇൽസയ്ക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ലാംഗ്വേജ് അറിയില്ല, പിന്നെ പ്രദേശങ്ങൾ അറിയില്ല, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളിലൂടെ നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇൽസയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ആയുർവേദ ഹോസ്പിറ്റലിൽ തയ്യാറായി. അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽ അധികാരികളുടെ സഹായത്തോടു കൂടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ലിഗയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തു. ലിഗയെക്കുറിച്ചുള്ള അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച ഇൽസയ്ക്ക് തെറ്റി. നമ്മുടെ പോലീസുകാർ അതത്ര വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. ഇത് കണ്ട ഇൽസ തൻ്റെ സഹോദരി ലിഗയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലീസുകാരുടെ സഹായമില്ലാതെ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇൽസ തെരുവിലേക്ക് ഇറങ്ങി. തൻ്റെ സഹോദരി ലിഗയുടെ ഫോട്ടോ പതിപ്പിച്ച മിസ്സിംഗ് എന്നെഴുതിയൊരു നോട്ടീസുമായി ലിസ തിരുവനന്തപുരം തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു. കണ്ടവരോട് ചോദിച്ചു, ഈ ലേഡിയെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. മാത്രമല്ല, കാണുന്ന പോസ്റ്റുകളിലും മതിലുകളിലും ഒക്കെ ഈ നോട്ടീസ് അടിച്ചു. അത് മാത്രമല്ല, ലിഗയുടെ ഹസ്ബൻഡ് യൂറോപ്പിൽ നിന്നും ഇതറിഞ്ഞ് നമ്മുടെ നാട്ടിൽ എത്തി. അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു നോട്ടീസിൽ മിസ്സിംഗ് എന്ന് എഴുതിയിട്ട് ലിഗയുടെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ചിട്ട് തിരുവനന്തപുരം തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു. നമുക്കറിയാലോ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. ഇരുവരുടെയും ഫോട്ടോസും വീഡിയോസും, അതായത് ലിഗയുടെ സഹോദരിയുടെയും ലിഗയുടെ ഹസ്ബൻഡിൻ്റെയും ഫോട്ടോസും ഇവരിങ്ങനെ തൻ്റെ വേണ്ടപ്പെട്ടവളെ കാണാതെ അലഞ്ഞു തിരിയുന്ന ആ ദാരുണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു ഓരോരുത്തരും. ഇത് വൈറലായി. എന്തായാലും വൈറലായാലുള്ള അവസ്ഥ അറിയാലോ, പോലീസ് വെറുതെ ഇരിക്കത്തില്ല. പോലീസ് നേരെ തന്നെ അന്വേഷണം കുറച്ച് ഊർജിതമാക്കി. എന്തായാലും പോലീസ് ഈ ലേഡീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ തിരുവനന്തപുരം റേഞ്ച് IG ആയിട്ടുള്ള മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അറേഞ്ച് ചെയ്തു ഈ കേസിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ടീമാണ് പിന്നീട് അങ്ങോട്ട് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെ ആദ്യ ഘട്ടത്തിൽ തന്നെ പോലീസ് ഒരു ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിച്ചു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് അടിച്ചിറക്കി. പക്ഷേ ഇവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇവരെ കണ്ടവർ തന്നെ ഇല്ല. ലിഗയെ ആരും കണ്ടവർ തന്നെ ഇല്ല. പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് ഒരു ഡിഫിക്കൽട്ടായിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മിസ്സായ ദിവസം ലിഗ ഈ ആയുർവേദ ചികിത്സാലയത്തിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ചിട്ട് കോവളം ബീച്ചിലേക്ക് പോയതായിട്ടുള്ള CCTV വിഷ്വൽസ് പോലീസിന് ലഭിച്ചു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓട്ടോ ഡ്രൈവറിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു. ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഇങ്ങനെ കോവളം ബീച്ചിൽ ഇവരെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തു. അങ്ങനെ കോവളം ബീച്ചിലും ലിഗ നടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവിടെ സഞ്ചരിച്ച് കറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചു. പക്ഷേ അതിന് യാതൊരുവിധ പ്രയോജനം ഉണ്ടായിരുന്നില്ല.
അന്വേഷണം ഒരു സ്ലോവിൽ മുന്നോട്ട് പോവുകയാണ്. സ്ലോവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഓരോരുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ലിഗയെ കണ്ടെത്താനും പറ്റുന്നില്ല. അതേസമയം ലിഗയുടെ സഹോദരിയായ ഇൽസയാകട്ടെ തൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഇവിടുന്ന് നാട്ടിലേക്ക് ഇല്ല എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഏകദേശം ഒരു 38 ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കോവളം ബീച്ചിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരെയുള്ള വാഴമുട്ടത്ത് ഒരു സംഭവം നടക്കുന്നത്. അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള 2 ചെറുപ്പക്കാർ ഈ വാഴമുട്ടത്ത് ഉള്ള ഒരു കണ്ടൽ കാട്ടിൽ മീൻ പിടിക്കാനായിട്ട് വന്നതാണ്. മീൻ പിടിക്കാൻ വന്ന അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല്, ഭയങ്കര ചീഞ്ഞ സ്മെല്ല്. അപ്പോൾ അവരത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെടികളും മറ്റുമൊക്കെ തട്ടിയും അങ്ങനെ പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ബോഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഭയങ്കര പഴക്കമുള്ള ബോഡിയിൽ തല വേറെ ബോഡി വേറെ എന്ന രീതിയിലാണ്, ഉടൽ വേറെ ആ രീതിയിലാണ് കിടക്കുന്നത്. ഇത് കണ്ട് ഭയന്നു പോയ ഈ 2 ചെറുപ്പക്കാരും നേരെ ഓടി സമീപവാസികളേക്ക് അറിയിച്ചു. പിന്നെ പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് വന്നു. അപ്പോൾ പോലീസ് ലിഗയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബോഡി കണ്ടപ്പോൾ അവർക്കൊരു ഡൗട്ട് ഫീൽ ചെയ്തു. നേരെ ഈ വിവരം ലിഗയുടെ സഹോദരി ഇൽസേനെ അറിയിച്ചു. ഇൽസ നേരെ ഇവിടേക്ക് വന്ന ഇൽസ തൻ്റെ സഹോദരിയായിട്ടുള്ള ലിഗയാണ് ഈ കിടക്കുന്നത് എന്ന്, മരിച്ചു കിടക്കുന്ന ലിഗയാണ് എന്നുള്ളത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിഗയുടെ തലഭാഗത്തായിട്ട് കുറച്ച് വള്ളികൾ അതിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നാണ്. കാരണം ഈ കടുത്ത ഒരു മാനസിക, അതായത് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആ ഒരു ലേഡിക്ക് തോന്നാവുന്ന ആത്മഹത്യാ പ്രേരണ അല്ലേ, അങ്ങനെ തോന്നിയിട്ട് അവർ ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്നാണ് പോലീസിൻ്റെ ഫസ്റ്റ് നിഗമനം. പക്ഷേ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ ഈ ലിഗയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട് ആരോ, അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്. മാത്രമല്ല മരിക്കുന്നതിന് മുന്നേ അവർ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്. ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായത്. അപ്പോൾ കേസ് കൊലപാതകത്തിലേക്ക് നീങ്ങി. അന്വേഷണം കുറേയും കൂടി ഡിഫിക്കൽട്ടായി. പ്രതികളെ കണ്ടെത്താതെ ഞാനിവിടെ നിന്നില്ല എന്ന നിലപാടിലേക്ക് ഇൽസ വന്നു. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോൾ ശരിക്കും ദൃക്സാക്ഷികളില്ലാത്തൊരു കേസ്, ലിഗേനെ ആർക്കും അറിയില്ല, കണ്ടിട്ടുമില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പോലീസിൻ്റെ മുമ്പിലുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് ഈ പ്രദേശത്തേക്ക് കണ്ടൽക്കാട്ടിലേക്ക് സാധാരണയായിട്ട് വരാറുള്ള ആരൊക്കെയാണ് എന്ന് സമീപവാസികളോട് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ സമീപവാസികളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സമീപവാസികളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് ഇവിടെ സാധാരണയായിട്ട് ഈ ഡ്രഗ്സ് മാഫിയകൾ, മയക്കുമരുന്ന് മാഫിയകളിൽ ചെറുപ്പക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് എന്നുള്ള വിവരങ്ങളാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ലിഗ ആ ഡ്രഗ്സ് അഡിക്റ്റഡ് ആണ്, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇരിക്കാറുള്ള ചെറുപ്പക്കാരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും, വിട്ടയക്കും. പിന്നെ മറ്റു ചെറുപ്പക്കാരെ വിളിക്കും, ക്വസ്റ്റ്യൻ ചെയ്യും, വിട്ടയക്കും. ഈ ഒരു പ്രോസസ്സിങ്ങിന് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ പോയി ഇരിക്കാറുള്ള ഉദയനും ഉമേഷും പിന്നെ അവരുടെ 2 സുഹൃത്തുക്കളും, ഈ 4 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അതിൽ 2 പേരെ പോലീസ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചു. ഉദയനെയും ഉമേഷിനെയും ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ തന്നെ നിർത്തി. അങ്ങനെ ഉദയനെയും ഉമേഷിനെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോലീസിൻ്റെ കയ്യിൽ ഉദയനും ഉമേഷിനും എതിരായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അവിടെ നിർത്തിയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഉദയനും ഉമേഷും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അതിൽ അവർ 2 പേരും പെട്ടുപോയി. കാരണം പോലീസിൻ്റെ കയ്യിൽ അവർ അന്നേ ദിവസം ആ ഒരു എക്സാക്റ്റ് ടൈമിൽ അവരവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ടവർ ലൊക്കേഷൻ, അവരുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിലെന്തായാലും ഈ 2 പേരും വീണു.
പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അവർ കുറ്റം ഏറ്റുപറഞ്ഞു. അവർ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഒടുക്കം പോലീസിന്റെ മുമ്പിൽ അവർക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: മാർച്ച് 14-ാം തീയതി അവരിങ്ങനെ ഈ മയക്കുമരുന്ന് കച്ചവടമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരിങ്ങനെ ആ കോവളം ബീച്ചിന്റെ പരിസരത്ത് ഇരിക്കുമ്പോൾ അവരിങ്ങനെ ഒരു ലേഡി കറങ്ങി നടക്കുന്നതായിട്ട്, ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നത് കാണുന്നത്. അങ്ങനെ അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ ഈ ലേഡി ഈ ഉദയന്റെയും ഉമേഷിന്റെ അടുത്തേക്ക് വരികയും ഈ മയക്കുമരുന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരത് തരാം, ഇവിടുത്തെ ഗൈഡുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലിഗയെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണിച്ചതിന് ശേഷം, ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം നേരെ കണ്ടൽക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് കൊടുത്തു. മയക്കത്തിലായ ഈ ലിഗയെ ഇവർ രണ്ടുപേരും ചേർന്ന് മാറി മാറി പീഡിപ്പിച്ചതിന് ശേഷം ഈ ലിഗയ്ക്ക് കുറച്ച് ബോധം തെളിഞ്ഞപ്പോൾ ഇവർ അതിനെതിരെ പ്രതികരിച്ചു. ആ പ്രതികരിച്ചതാണ് മരണത്തിലേക്ക് കാരണമായത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പ്രതികരിച്ച ലിഗയുടെ കഴുത്ത് നല്ല രീതിയിൽ അമർത്തി കഴുത്ത് ഞെരിച്ച് ലിഗയെ കൊന്നിട്ട് അവിടെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് അവരൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറച്ച് വള്ളികൾ കഴുത്തേൽ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ ഇവരുടെ സുഹൃത്തുക്കൾ സാധാരണയായിട്ട് അവിടെ വന്നിരിക്കാറുള്ളതാണല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു, അവിടെ എന്തോ എലിയല്ല എന്തോ പട്ടിയോ മറ്റോ എന്തൊക്കെയോ ജീവികൾ ചത്ത് കിടക്കുന്ന ഒരു സ്മെല്ലുണ്ട്, അവിടേക്ക് ആരും പോവണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും തടയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ദിവസങ്ങളോളം ആ ബോഡി ആരും അറിയാതെ അവിടെ അഴുകി അടർന്ന് വീണ് കിടന്നത്. അവരുടെ ആ ഒരു ടവർ ലൊക്കേഷൻ, ജാക്കറ്റ്, ഇതൊക്കെ അവർക്കെതിരായിട്ട് വന്നു. ഏതായാലും പോലീസ് കോടതിയിൽ എത്തിച്ചതിന് ശേഷം കേസ് മുന്നോട്ട് പോയി. കേസിൽ ആദ്യ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രതിവാദ വക്കീല് വാദിച്ചത് ഇത്രയും പഴക്കമുള്ള ബോഡി എങ്ങനെയാണ് ലിഗയുടെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ്. അത് എളുപ്പമാണല്ലോ, നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് DNA ടെസ്റ്റുകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ലിഗയുടെ സഹോദരി ഇൽസ ഈ കേസ് കേൾക്കുന്നത് ആടായിട്ടുള്ള ലാത്തിയിൽ നിന്ന് ഓൺലൈനായിട്ട് തന്നെ അവർ അതിന് വേണ്ടുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സുകളും സബ്മിറ്റ് ചെയ്തു. ലിഗയുടെ DNA ടെസ്റ്റ് അവരും സബ്മിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ലിഗയുടെ ഡെന്റൽ സ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇത് മരിച്ചത് ലിഗ തന്നെ ആണ് എന്ന് ഇൽസ പ്രൂവ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് ഇതൊരു ആത്മഹത്യ ആണ് എന്നുള്ള രീതിയിലാണ് കേസ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ പ്രോസിക്യൂഷൻ വിജയിച്ചത് ആത്മഹത്യ ആണ് എങ്കിൽ ഒരിക്കലും ഈ കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തെയും എല്ലുകൾ ഒടിയത്തില്ല. ഇതിപ്പോൾ ശക്തമായിട്ട് അമർത്തി ഞെരിച്ച് പിടിച്ചിട്ട് ഉള്ള രീതിയിലുള്ള കഴുത്തെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഈ ബോഡിയുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ജാക്കറ്റ് ഈ പറയുന്ന ഉദയൻ്റേതാണെന്ന് തെളിയിക്കാനായിട്ട് പോലീസിന് സാധിച്ചു. ആ രീതിയിലെല്ലാം കേസ് മുന്നോട്ട് പോയി. കേസിൽ വിധി വന്നത് 2022 ഡിസംബർ മാസമാണ്. രണ്ടുപേർക്കും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ, പ്രാക്ടിക്കലി നോ റിലീസ്. മരണം വരെ അവർക്ക് ജയിലിൽ കഴിയേണ്ടതായിട്ട് വരും. വിധി കേട്ട പ്രതികൾ സത്യത്തിൽ എട്ടിപ്പോയി. 14 വർഷം കഴിഞ്ഞിട്ട് പരോളിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയിരുന്ന ഇവർക്ക് ശരിക്കും മരണം വരെ ജയിലിൽ, പരോൾ പോലും ഇല്ലാതെ മരണം വരെ ജയിൽ ശിക്ഷ, അതാണ് കോടതി വിധിച്ചത്. ഈ വിധി ലാത്തിയിൽ നിന്ന് ഓൺലൈനായിട്ട് കേട്ട ഇൽസ ഈ നീതിപീഠത്തിന് നന്ദി പറഞ്ഞു, കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ വിശ്വസിച്ചെത്തിയ 2 യുവതികൾക്ക് സംഭവിച്ചത്. എന്തായാലും വിധി നമുക്ക് എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടുള്ള വിധിയാണ്. നമ്മളെ നാണക്കേടിലാഴ്ത്തിയ ഒരു കേസ് തന്നെ ആയിരുന്നു ഇത്. അത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു യുവാക്കൾക്കും ഇനി വരും കാലഘട്ടത്തിൽ ഇതേപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്ന, താക്കീത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കാനായിട്ട് ഇൽസയ്ക്ക് സാധിച്ചു. ഇനി ഒരാൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ. എന്തായാലും എത്ര ജീവനുകളാണ് അല്ലെങ്കിൽ എത്ര നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ലിസയ്ക്ക് ജീവൻ നഷ്ടമായി. ഇൽസയെ സ്നേഹിക്കുന്ന ലിഗയ്ക്ക് തൻ്റെ സഹോദരി, ഭർത്താവിന് തൻ്റെ ഭാര്യ നഷ്ടമായി. ഇനി ഈ 2 യുവാക്കളും ചെറിയൊരു അല്പ സുഖത്തിന് വേണ്ടിയിട്ട് 2 യുവാക്കൾക്കും അവരുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു, ജീവിതം തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അവരെ സ്നേഹിക്കുന്ന ഒരമ്മ,
അത് ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേസിൻ്റെ സമയങ്ങളിൽ ഈ രണ്ട് യുവാക്കളുടെയും അമ്മ അവർ വളരെ കരഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ എത്ര മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ചെറിയൊരു സുഖത്തിന് വേണ്ടി എത്ര പേരുടെ ജീവിതങ്ങളാണ് നശിച്ചു പോയത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് തടയാനുള്ള നിയമങ്ങൾ ഭാവിയിൽ വരട്ടെ, നല്ല നിയമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിർത്താം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.